ശബരിമല നട തുറന്നിരിക്കുകയാണ്. മീനമാസ പൂജകൾക്ക് വേണ്ടിയാണ് ശബരിമല നട തുറന്നിരിക്കുന്നത്. സാധാരണ എല്ലാ മാസവും മലയാള മാസവും തുറക്കാറുള്ളത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇത്തവണ സന്നിധാനത്ത് നട തുറക്കുമ്പോൾ അതിന് വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം കഴിഞ്ഞ തീർത്ഥാടന കാലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും സുഗമമായ പരാതിരഹിതമായ ഒരു തീർത്ഥാടന കാലം കഴിഞ്ഞു പോയത് നമ്മുടെ എല്ലാവരുടെയും മുൻപിലുണ്ട്. ഇപ്പോൾ പുതിയൊരു പരീക്ഷണത്തിലേക്ക് ശബരിമലയിൽ ദേവസ്വം ബോർഡ് കടന്നിരിക്കുന്നു എന്നതാണ് ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സന്നിധാനത്ത് പുതിയൊരു ദർശനക്രമം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി മുതൽ 18-ാം പടി കയറി നേരെ അയ്യപ്പനെ കാണാം അയ്യപ്പ ഭക്തർക്ക് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫ്ലൈ ഓവർ കയറി പോകണ്ട എന്ന ഒരു പുതിയ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തവണ അത് വിജയിച്ചാൽ അടുത്ത വിഷുവിന് നട തുറക്കുന്ന സമയം മുതൽ അത് സ്ഥിരമായി ഏർപ്പെടുത്താനാണ് നീക്കം. സുജു ടി ബാബു ശബരിമലയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് നോക്കാം എന്താണ് സന്നിധാനത്തെ പുതിയ വിശേഷങ്ങൾ എങ്ങനെയുണ്ടെന്ന്. സുജു, ഗുഡ് മോർണിംഗ്. സന്നിധാനത്തെ പുതിയ ക്രമീകരണങ്ങൾ എങ്ങനെയുണ്ട്? എത്തുന്ന അയ്യപ്പന്മാരൊക്കെ തൃപ്തി രേഖപ്പെടുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന തീർത്ഥാടകർ തൃപ്തി രേഖപ്പെടുത്തുന്നതാണ് പുതിയ സംവിധാനത്തിനൊരു മികവ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് കൊടിമര ചുവട്ടിൽ നിന്ന് മുമ്പിലായിട്ടുള്ള ബലിക്കൽ പുരയിൽ എത്തിയ ശേഷം ഇവിടുന്നായി രണ്ട് നിരയായാണ് ശ്രീകോവിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരെ സംബന്ധിച്ചോളം അവർക്ക് ഏറെ നേരം ദർശനം നടത്താൻ ഒരു അവസരം ലഭിക്കുമെന്നതാണ് ഇത്തരത്തിലൊരു ദർശന രീതി കൊണ്ട് ഉപകാരപ്പെടുന്നത്. നമുക്കറിയാം, ഏതൊരു സംവിധാനം ഏർപ്പെടുത്തുമ്പോഴും അതിൻ്റെ ആധിഥികമായി അത് നല്ലതാണോ ശരിയാണോ എന്ന് പറയുന്നത് അതിൻ്റെ ഗുണഭോക്താക്കളാണ്. തീർച്ചയായിട്ടും ശബരിമലയെ സംബന്ധിച്ചോളം പുതിയൊരു തീർത്ഥാടന ശൈലി ഏർപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ദർശന രീതി ഏർപ്പെടുത്തുമ്പോൾ അതിൻ്റെ ശരിതെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നതും തീർത്ഥാടകർ തന്നെയാണ്. തീർത്ഥാടകർ വലിയ സന്തോഷത്തിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മുമ്പ് അവർക്ക് ഒരു 3-4 സെക്കൻഡ് മാത്രമായിരുന്നു ദർശനം ലഭിക്കുക. നമുക്കറിയാം, ഒരു ദൃശ്യം കണ്ണിലേക്ക് പതിയണമെങ്കിൽ തന്നെ ഒരു 5 സെക്കൻഡിൽ അല്ലെങ്കിൽ 4 സെക്കൻഡിൽ കൂടുതൽ അധികം സമയം വേണ്ടിയതാണ്. അത്രയും പോലും സമയം എടുക്കാൻ അവർക്ക് സാധ്യമല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ 20 സെക്കൻഡിലധികം തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ അവസരം ലഭിക്കും. നമ്മളോടൊപ്പം ഈ സംവിധാനങ്ങളുടെ പരിഷ്കാരങ്ങളൊക്കെ നടപ്പാക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടെ ചേരുന്നുണ്ട്. പ്രസിഡന്റ്, ആദ്യം തന്നെ തീർത്ഥാടകർ വലിയ സംതൃപ്തിയാണ്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനത്തു നിന്ന് വരുന്ന ആളുകൾ അവർ വലിയ സന്തോഷത്തിലാണ്. ചില ആളുകൾ പറയുന്നത് അവർ 30 വർഷമായി വരുന്നതാണ്. അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം സമയം അയ്യപ്പനെ ദർശനം നടത്താൻ സാധിക്കുന്നത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ വലിയൊരു വിജയം തന്നെയായിരുന്നു. 1986 ഡിസംബർ 20-നാണ് ഫ്ലൈ ഓവർ വരുന്നത്. അതിനുശേഷം 40 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പരീക്ഷണത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നത്. എല്ലാവരും അവരുടെയും ശക്തമായ ഒരു ആഗ്രഹവും അവരുടെ ഒരു ആവശ്യവുമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കൂടി ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും കോടതിയുടെയും എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തിയത്. ഭക്തജനങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഇതുവഴി കയറിപ്പോകുന്ന ആളുകൾ, ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും വരുന്ന ആളുകൾ നമ്മളോട് പറയുന്നത് ഇന്ന് വരെ കാണാത്തൊരു ദർശന സൗഭാഗ്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ വല്ലാതെ തിരക്ക് കൂടുമ്പോൾ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ കാണുന്നത് ഫ്ലൈ ഓവർ കൂടി നമുക്ക് ഉപയോഗിക്കേണ്ടി വരികയാണ്. പക്ഷേ ഫ്ലൈ ഓവർ ഉപയോഗിക്കുമ്പോഴും നമ്മൾ നേരിട്ട് തന്നെയാണ് ഭഗവാനെ ദർശനം സൗകര്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് തുടർന്നു പോവുക എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത്. പിന്നെ സ്വാഭാവികമായൊരു ട്രയലാണ്. അപ്പോൾ ചെറിയ ചെറിയ പിഴവുകളുണ്ടാവും. ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് വിങ് ഇവിടെ ഉണ്ട്. ആ ചെറിയ ചെറിയ പിഴവുകൾ പോലും തിരുത്തിക്കൊണ്ട് കൂടുതൽ മികവോടുകൂടി വിഷുവിന് ഇത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത്. ഭക്തരുടെ സംതൃപ്തി നമ്മൾ മണ്ഡല മകരവിളക്ക് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തും തീർത്ഥാടകർ വലിയ രീതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭരണസമിതി നിലയിൽ നമ്മൾക്ക് കിട്ടുന്ന വലിയ അംഗീകാരം തന്നെ. ഉറപ്പായിട്ടും. കാരണം അതിന് നമുക്ക് സാധിക്കുന്നത് സർക്കാരിൻ്റെ പൂർണ്ണമായ പിന്തുണ, മുഖ്യമന്ത്രിയുടെയും ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ്റെയും കൃത്യമായ പിന്തുണ ഇതിന് ഉണ്ട്, ദേവസ്വം ബോർഡിനുണ്ട്. പോലീസിൻ്റെ സഹകരണമുണ്ട്, കോടതിയുടെ നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായ ശ്രമം ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പരമാവധി ദർശനം കൊടുക്കണമെന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഒരു ശ്രമമാണ് നടത്തുന്നത്. ചെറിയ ചെറിയ പിഴവുകൾ ഉണ്ടാവാം. അതെല്ലാം തന്നെ ഒരു ട്രയൽ എന്ന രൂപത്തിൽ ഞങ്ങൾ കണ്ട് പരിശോധിച്ച് മനസ്സിലാക്കി വിഷുവിന് കുറച്ചുകൂടി മികവോടുകൂടി ഇത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത്. ഭക്തജനങ്ങളുടെ സംതൃപ്തിയാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം. പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് ശബരിമലയെ സംബന്ധിച്ചോളം എല്ലാവരും ഒന്നാണ്, തത്വമസി ചിന്തയാണ്. ഞാൻ തന്നെയാണ് നീയാകുന്നു, അതുപോലെ ഒന്നാമത് ഇവിടെ വരുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ദർശനം സാധ്യമാക്കാൻ സാധിക്കുന്നതും അഭിമാനകരമല്ല. അത് തന്നെയല്ലേ ഏറ്റവും പ്രധാനം. തത്വമസി എന്നാണ്, അത് നീയാകുന്നു, ഭഗവാനും ഭക്തനും തുല്യമാകുന്നു എന്നുള്ളൊരു സങ്കല്പമാണ്. എല്ലാവരും വേഷഭൂഷാദി വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒന്നായി നിന്നുകൊണ്ട് ദർശനം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനാണ് സർക്കാരും ദേവസ്വം ബോർഡും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദി. അതാണ് മനു, എല്ലാവർക്കും ഒരുപോലെ ദർശനം ലഭിക്കുന്നു എന്ന ഒരു പ്രത്യേകതയാണ് ഇത്തരം പുതിയ പരിഷ്കാരങ്ങൾ കൂടെ ലഭിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനു.
തീർച്ചയായും അത് വളരെയധികം നല്ലത് തന്നെയാണ്. കാരണം വിശ്വാസികൾക്ക് അവിടെ എത്തുമ്പോൾ അവർക്ക് അയ്യപ്പനെ കാണാൻ കൂടുതൽ സമയം തൊഴാൻ കൂടുതൽ സമയം കിട്ടുക എന്ന് പറയുന്നത് വലിയ സന്തോഷം തന്നെയാണ്. സുജു, ഒരു കാര്യം കൂടി, അതായത് ഈ പരീക്ഷണം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ തിരക്കുള്ള സമയങ്ങളിൽ ഫ്ലൈ ഓവർ കൂടി ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഒരു ആശയമാണോ, നിഗമനമാണോ ദേവസ്വം ബോർഡിനുള്ളത്? അതായത് ഇപ്പോൾ നടത്തുന്ന ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു ദർശന രീതിയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പോലീസിന്റെ സ്ട്രെങ്ത് ആകട്ടെ തീർത്ഥാടകരുടെ എണ്ണമാകട്ടെ വളരെ കുറവാണ് ഈ സമയത്ത്. ഈ മീനമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ. ഇനി വിഷുവിന് തുറക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മണ്ഡലകാലത്തിന് സമാനമായ രീതിയിൽ 1-2 ദിവസം തിരക്കുണ്ടാകുന്നത്. അപ്പോൾ ആ ദിവസം കൂടെ കണക്കിലാക്കിക്കൊണ്ട് ഇപ്പോൾ ട്രയൽ റണ്ണിനെ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ പറയുന്നത്, അതായത് തിരക്കുള്ള സമയം, ഇപ്പോൾ പ്രത്യേക പൂജകളുടെ ഭാഗമായി ദർശനത്തിന് നിയന്ത്രണമുള്ള സമയമുണ്ട്. ആ സമയത്തൊക്കെ തിരക്ക് വർദ്ധിക്കുമ്പോൾ ഫ്ലൈ ഓവർ വഴി കടത്തിവിട്ട ശേഷം എന്നാൽ പോലും പഴയ രീതിയിലല്ല, ബലിക്കൽപുരയിലെത്തി ഈ ഇരുവശങ്ങളിലൂടെ തീർത്ഥാടകരെ കടത്തിവിടുന്ന ഒരു സംവിധാനത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതുവഴി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ തീർത്ഥാടകർക്ക് കൂടുതൽ സമയം ദർശനം നടത്താൻ സാധിക്കുമെന്നതാണ്. ദർശനം നടത്തിയോ? ദർശനം ഇല്ല, കൊടുത്തില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തീർത്ഥാടകർക്ക് കൂടുതൽ സമയം ദർശനം നടത്താൻ ഒരു അവസരം ലഭിക്കുമെന്നാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് തീർത്ഥാടകരുടെ നിൽപ്പുണ്ട്. ദർശനം നടത്തിയോ? അവര് നമ്മുടെ അടുക്ക് നിൽക്കുന്ന ആളുകൾ, ഇവര് കുട്ടികൾക്ക് ചോറൂണായി എത്തിയ ആളുകളാണ്. അവർ ദർശനം നടത്തിയ ഒരു സാഹചര്യമല്ല. അല്ലെങ്കിൽ അവരോട് നമുക്ക് അതിന്റെ അഭിപ്രായം ചോദിക്കാം. അതായത് നമ്മളിപ്പോൾ ഈ തീർത്ഥാടകരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് അതിന്റെ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം അവർക്ക് ദർശനം നടത്താനുള്ള അവസരം കിട്ടുന്നത് തന്നെയാണ്. ഈ തിരക്കുള്ള സമയത്ത് ഫ്ലൈ ഓവർ ഉപയോഗിക്കുക എന്നതുകൂടിയുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഫ്ലൈ ഓവർ പൊളിച്ചു നീക്കില്ല തൽക്കാലം. ഇത് പൂർണ്ണ അർത്ഥത്തിൽ പരീക്ഷണം നടത്തി വിജയിക്കുമ്പോൾ ഘട്ടത്തിൽ മാത്രമേ അത്തരം ഒരു ആവശ്യമെങ്കിൽ മാത്രമേ അതിലേക്ക് പോവുകയുള്ളൂ. ശരി, ഏതായാലും ആ പുതിയ പരീക്ഷണം വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.